നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ലേണിംഗ് തിയറീസിൽ വരുന്ന ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ലേണിംഗ് തിയറി എന്താണെന്ന് അറിയണം അല്ലേ. ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടൊക്കെ ഉണ്ട്. ബിഹേവിയറിസ്റ്റ് തിയറിയും അല്ലെങ്കിൽ ജസ്റ്റാൾഡ് ഫീൽഡ് തിയറീസ്, അതിനെ നമ്മൾ കണക്ഷനിസ്റ്റ് തിയറി എന്നും കൊഗ്നീറ്റീവ് തിയറീസ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലേണിംഗ് തിയറീസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ലേണിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ വരുന്ന മാറ്റം, കുട്ടിക്ക് വരുന്ന മാറ്റങ്ങളാണ് പറയുന്നത്. ലേണിംഗ് പ്രോസസ്സിൽ നമ്മുടെ ഈ ബിഹേവിയറിന് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ് അല്ലേ. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറിസ്റ്റ് അപ്രോച്ചാണ്. അതെന്താണ് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് അറിയാം. നമ്മൾ പണ്ട് പഠിച്ചിരുന്നത് എങ്ങനെ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിലാണ് എന്ന് വെച്ചാൽ, ടീച്ചർ പഠിപ്പിക്കുന്നു, കുട്ടികൾ ഇരിക്കുന്നു അല്ലേ, കേട്ടിരിക്കുന്നു. ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ കേട്ടിരിക്കുന്നു. അതല്ലേ നമ്മൾ ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നു. നമ്മൾ ടീച്ചറെ പഠിപ്പിക്കുന്ന അതിലൂടെ നമ്മുടെ സ്വഭാവം രൂപപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പരുവപ്പെടുത്തുന്നതിലൂടെ. അതിനെയാണ് ഈ പരുവപ്പെടുത്തുന്നതിലൂടെ എന്ന് പറയുന്നതാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത്, പരുവപ്പെടുത്തുക അല്ലേ. അതുപോലെ അവരുടെ എൻവയോൺമെൻറ്റും അതിലൊരു ഘടകമാണ്. നമ്മൾക്ക് വരുന്ന മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും എന്താണ്, എൻവിറോൺമെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എങ്ങനെയാണ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എക്സ്പെരിമെൻറ്റിലൂടെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് കൺസിഡർ ലേണിംഗ് ആസ് എ മാറ്റർ ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ എ സ്റ്റിമുലസ് ആൻഡ് എ റെസ്പോൺസ്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറിയിൽ പറയുന്നത് ഒരു സ്റ്റിമുലസും റെസ്പോൺസിൻ്റെയും കണക്ഷനാണ് പറയുന്നത്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്ന കാര്യം, അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അതാണ് ബിഹേവിയറിസ്റ്റ് തിയറിയിൽ പറയുന്നത്. ഇനി ഈ നമ്മുടെ ജസ്റ്റാൾട്ട് ഫീൽഡ് തിയറിയിൽ എന്താ പറയുന്നത്, ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇൻസൈറ്റ് ഇൻ ദ ലേണർ. ഇൻസൈറ്റ് ലേണിംഗ് ആണ് നമ്മളിവിടെ പറയുന്നത്. ലേണിംഗ് ബൈ ഡിസ്കവറി, ഫീൽഡ് തിയറി, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് തിയറീസാണ് ഈ കൊഗ്നിറ്റീവ് തിയറീസിൽ. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കണ്ടീഷനിങ് തിയറിയിലെ ബിഹേവിയറിസ്റ്റ് തിയറിയിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ്. അതുപോലെ ഇതിൽ ട്രയൽ ആൻഡ് എറർ തിയറി ഉണ്ട്, ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ബിഹേവിയറിസ്റ്റ് വ്യൂ അബൌട്ട് ലേണിംഗ്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് അല്ലേ. ബിഹേവിയറിസം കൺസിഡർ ദാറ്റ് ഓൾ ബിഹേവിയേഴ്സ് ആർ ഒബ്റ്റെയിൻ ത്രൂ കണ്ടീഷനിങ്. എല്ലാ ബിഹേവിയറും എന്തിൽ നിന്നാണ്, ത്രൂ കണ്ടീഷനിങ്, പരുവപ്പെടുത്തലിലൂടെയാണ് ബിഹേവിയർ ഉണ്ടാവുന്നത്. ദ എൻവിറോൺമെൻറ്റ് ഇൻഫ്ലുവൻസസ് ഇൻ ഷേപ്പിംഗ് അവർ ആക്ഷൻസ്. എൻവിറോൺമെൻറ്റും എന്താണ്, അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലേക്ക് കടക്കാം. ഈ ക്ലാസിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ ഓർമ്മ വരിക അല്ലെ, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, അതൊക്കെ അറിയില്ലേ. അപ്പോൾ അതിന് ക്ലാസിക്കൽ എന്ന് പറയാനുള്ള കാരണം എന്താ, അത് ആദ്യം വന്നത് എന്ന് ഉദ്ദേശിക്കുന്നതിന് ഒരു മീനിങ് ആണ് ഈ ക്ലാസിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസിക്കൽ കണ്ടീഷൻ, ക്ലാസിക്കൽ എന്ന ടേം ആദ്യം വന്നത് എന്നാണ് അർത്ഥം. ആദ്യം വന്ന തിയറി ഏതാണ്, ക്ലാസിക് എന്ന് പറയും. അപ്പോൾ ആദ്യം വന്ന തിയറിയാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് പറയുന്നത്. ആദ്യം വന്നൊരു തിയറിയാണ്. അപ്പോൾ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ പരുവപ്പെടുത്തുക. പരുവപ്പെടുത്തുക എന്നാണ്. ഓക്കെ, പരുവപ്പെടുത്തുക. നമ്മൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട കാര്യം പരുവപ്പെടുത്തൽ എന്നാണ്. കണ്ടീഷനിങ് എന്ന് വരുമ്പോൾ നമുക്ക് പരുവപ്പെടുത്തൽ എന്ന് വരണം. ഓക്കെ, ഇനി ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഹാബിറ്റ് ഫോർമേഷൻ എന്തിലൂടെയാണ്, കണ്ടീഷനിങ്ങിലൂടെ എന്ന് വെച്ചാൽ പരുവപ്പെടുത്തലിലൂടെയാണ് നമുക്ക് ലേണിംഗ് എന്ന് പറഞ്ഞ ഹാബിറ്റ് ഫോർമേഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ പരുവപ്പെടുത്തൽ ഓർമ്മ വരണം. അതുപോലെ തന്നെ പരുവപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ആദ്യം കൊണ്ടുവന്നത്, ഇത് ആരാണ് കൊണ്ടുവന്നത്, പാവ്ലോ ആണ്. അപ്പോൾ പി വെച്ചിട്ടുണ്ട്, പരുവപ്പെടുത്തൽ പാവ്ലോ. അതുപോലെ
പാവ്ലോൻ്റെ എക്സ്പെരിമെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എന്താ പറയുക, ബി എഡിനും അല്ലെങ്കിൽ TTCക്കൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുള്ള കാര്യമാണ് പാവ്ലോൻ്റെ പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇയാൾ ചെയ്ത പാവ്ലോ ചെയ്ത എക്സ്പെരിമെൻറ്റ് പട്ടിയിലൂടെയാണ് അയാൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷനിങ്, പരുവപ്പെടുത്തൽ, പാവ്ലോ, പട്ടി, ഇത് എല്ലാം കണക്റ്റായിട്ടിരിക്കണം. എല്ലാത്തിനും P ഉണ്ട്, അത് അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവാൻ പെട്രോവിച്ച് പാവ്ലോ എന്ന് പറയുന്നത് ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പറയാം. ഇനി ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിക്ക് പല പേരുകളുണ്ട്. പല പേരുകളെന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരു പേരാണ് കണ്ടീഷണൽ റെസ്പോൺസ് തിയറി. അപ്പോൾ കണ്ടീഷൻ ചെയ്ത് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കൽ, അല്ലേ? കണ്ടീഷൻ ചെയ്ത് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കലാണ് ഈ കണ്ടീഷണൽ റെസ്പോൺസ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അവസാനം, ഈ ക്ലാസ്സിൻ്റെ അവസാനം ഞാനിതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഒരു പേരാണ്, ഇതിൻ്റെ ഒരു പേര്, ഒരു അനദർ നെയിമാണ്. അതുപോലെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നും പറയും. അപ്പോൾ ഇതൊക്കെ എസ് ടൈപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ഒരു മാറ്റം വരുത്തുക, അല്ലേ? മാറ്റിക്കൊണ്ട് ഒരു ഹാബിറ്റ് ഫോർമേഷൻ ചെയ്യുക. ഒരു ഹാബിറ്റിനെ അവിടെ ഫോർമേഷൻ ചെയ്യണമെങ്കിൽ അവിടെ ആ ബിഹേവിയറിന് കുറച്ച് മാറ്റം വരുത്തണം, അല്ലേ? കുട്ടിയിൽ ലേണിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ കുട്ടിയുടെ ബിഹേവിയറിസ്റ്റിൽ മാറ്റം വരുത്തണം. അതാണ് സ്റ്റിമുലസ് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാവ്ലിയോൺ കണ്ടീഷനിങ് എന്നുണ്ട്, റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ് ഉണ്ട്. കണ്ടീഷൻ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന റെസ്പോൺസ് ആണ്, അല്ലേ? പരുവപ്പെടുത്തലിലൂടെ കിട്ടുന്ന റെസ്പോൺസ്, കണ്ടീഷൻ റെസ്പോൺസ് തിയറി എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ വരുന്നത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ പാവ്ലോൻ്റെ എക്സ്പെരിമെൻ്റ് എന്നൊന്ന് നോക്കാം. പാവ്ലോൻ്റെ എക്സ്പെരിമെൻ്റ് ഒന്നുമില്ല, കുറച്ച് എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഒരു പട്ടിക്ക് അതിന് ഒരു ഇറച്ചി കഷ്ണം കൊടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അല്ലേ? നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ അതൊരു അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയാൻ കാരണം ബിഫോർ കണ്ടീഷനിങ് നമ്മളവിടെ ഒരു പരുവപ്പെടുത്തലൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ സാധാരണ പട്ടിക്ക് ഒരു ഇറച്ചി കഷ്ണം കൊടുക്കുമ്പോൾ അതിൻ്റെ എന്താണ്, സലൈവേഷൻ വരും. അതിൻ്റെ വായിൽ സലൈവ പുറപ്പെടുവിക്കും, അല്ലേ? സലൈവേഷൻ വരും. അത് നമ്മുടെ പാവ്ലോ ഒരു മെഷീൻ വെച്ച്, ഒരു സ്റ്റെറിലൈസ്ഡ് മെഷീൻ വെച്ചിട്ട് ആ സലൈവേഷൻ്റെ അളവ് നോക്കുന്നുണ്ട്. എത്രത്തോളം സലൈവേഷൻ വരുന്നുണ്ടെന്ന് നോക്കും. അതിനുശേഷം ഒരു ബെല്ലടിക്കുന്നുണ്ട്. വെറുതെ ഒന്ന് ബെല്ലടിച്ചപ്പോൾ അതിനൊരു സലൈവേഷൻ, അത് ജസ്റ്റ് ഒന്ന് ലിസൺ ചെയ്യുന്നേ ഉള്ളൂ. ആ പട്ടി ലിസൺ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, ഇതൊരു അൺകണ്ടീഷനാണ്. അവിടെ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, സ്റ്റിമുലസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു നോർമൽ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നടക്കുന്ന ഒരു റെസ്പോൺസാണ്. ഓക്കെ. അതിനുശേഷം പിന്നീട് പാവ്ലോ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പട്ടിക്ക് മീറ്റ് കൊടുക്കുന്നതിന് തൊട്ടു മുന്നേ ഒരു ബെല്ല് റിങ് ചെയ്യുന്നുണ്ട്. ബെല്ല് റിങ് ചെയ്തതിന് ശേഷം പട്ടിക്ക് വീണ്ടും മീറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ഒരു 7 ഡേയ്സൊക്കെ, ഒരു 7 ഡേയ്സ് ഇത് തുടർന്നുകൊണ്ടിരുന്നു. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ടു മുന്നേ ബെല്ലടിച്ചതിന് ശേഷം മീറ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഒരു നാച്ചുറൽ പ്രോസസ്സായിരുന്ന സമയത്തിന് ബിഫോർ കണ്ടീഷൻ ടൈമിൽ ഫുഡ് കൊടുത്തപ്പോൾ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, സലൈവേഷൻ വന്നു. പിന്നെ നമ്മൾ ബെല്ലടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഫുഡ് കൊടുത്തു. അൺകണ്ടീഷൻ സ്റ്റിമുലസ് തന്നെയാണ് ഇവിടെ, ഇത് കണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. അപ്പോൾ ബെല്ലും ഫുഡും വന്നപ്പോൾ അപ്പം എന്ത് ചെയ്തു, സലൈവേഷൻ വന്നു. അപ്പോഴും സലൈവേഷൻ വന്നു. ഇതെല്ലാം അളക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇതിങ്ങനെ ഒരു 7 ദിവസം തുടർന്നതിന് ശേഷം ആഫ്റ്റർ എന്ത് ചെയ്തു, ബെല്ല് മാത്രം അടിച്ചപ്പോൾ, അത് കഴിഞ്ഞ് ഫുഡ് കൊടുത്തില്ല, ബെല്ല് മാത്രം അടിച്ചപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്, പട്ടിക്ക് സലൈവേഷൻ വന്നു. അപ്പം എന്താണ്, നമ്മൾ ബെല്ല് കൊടുത്തപ്പോൾ തന്നെ അവിടെ ഒരു കണ്ടീഷൻ ചെയ്തു, അല്ലേ? പരുവപ്പെടുത്തി കണ്ടീഷൻ സ്റ്റിമുലസ് കൊടുത്തു. പക്ഷേ എന്താണ്, അവിടെ ഫുഡ് കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്തു, അവിടെ സലൈവേഷൻ വന്നു. പട്ടിക്ക് സലൈവേഷൻ വന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ കണ്ടീഷൻ ചെയ്ത റെസ്പോൺസ് നമുക്ക് കിട്ടി, കണ്ടീഷൻ റെസ്പോൺസ് കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ബിഫോർ കണ്ടീഷനെങ്കിൽ ഫുഡ്, അൺകണ്ടീഷണൽ സ്റ്റിമുലസ് ആണ്, സലൈവേഷൻ വന്നു പട്ടിക്ക് സാധാരണ രീതിയിൽ.
ബെല്ലടിച്ചപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലേ. ഈ ബെല്ലടിച്ചു എന്ന് പറയുമ്പോൾ ഈ ഫുഡിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്താണ് ബെല്ല്. അപ്പോൾ തന്നെ എന്താ സലൈവേഷൻ വന്നു. അപ്പോൾ ഇവിടെ എന്താണ് അസോസിയേഷനും സബ്സ്റ്റിറ്റ്യൂഷനും നടക്കേണ്ടത് എന്ന് വെച്ചാൽ ഇൻ കണ്ടീഷൻ ലേണിംഗ് ഈസ് കൺസിഡേർഡ് ആസ് എ ഹാബിറ്റ് ഫോർമേഷൻ ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അസോസിയേഷൻ ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് ഇവിടെ നടന്നതും അല്ലേ. അപ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുത്തപ്പോൾ ബെല്ലും ഫുഡും ചേർത്തപ്പോൾ സലൈവേഷൻ വന്നു. ആഫ്റ്റർ കണ്ടീഷനിങ് ഇത് കണ്ടീഷൻ ചെയ്ത് കഴിഞ്ഞ് പരുവപ്പെടുത്തി കഴിഞ്ഞ് ബെല്ല് മാത്രം റിങ് ചെയ്തപ്പോൾ അവിടെ സലൈവേഷൻ വന്നു. അപ്പോൾ അവിടെ എന്താണ് കണ്ടീഷൻ്റെ റെസ്പോൺസ് നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ? എന്താണ് കൺക്ലൂഷൻ? When both the natural stimulus and artificial stimulus are brought together several times, the natural stimuli could be substituted by the artificial one to acquire the natural response. അല്ലേ, ആ നാച്ചുറൽ റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നാച്ചുറൽ സ്റ്റിമുലസും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും കൂടിയിട്ട് കമ്പൈൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? ഫുഡ് കൊടുത്തു, ബെല്ലും ഫുഡും. ഇതെന്താണ്? ആർട്ടിഫിഷ്യലും അതുപോലെ നാച്ചുറലും ആർട്ടിഫിഷ്യലുമാണ്. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ സെവറൽ ടൈംസ് അത് തന്നെ ചെയ്തപ്പോൾ അവിടെ എന്ത് കിട്ടി? നമുക്ക് നാച്ചുറൽ റെസ്പോൺസ് കിട്ടി അല്ലേ. സലൈവേഷൻ വന്നു, നാച്ചുറൽ റെസ്പോൺസ് കിട്ടി. അതാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇത് നമ്മളെങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നത്? അപ്പോൾ കുട്ടികൾ കണ്ടീഷനിലൂടെ പഠിപ്പിച്ചെടുക്കാം അല്ലേ. കണ്ടീഷനിങ്ങിലൂടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ കുട്ടിക്ക് ഒരു പൂച്ചയുടെ പടത്തിൻ്റെ കൂടെ പൂച്ച എന്ന് എഴുതിയതും കാണിച്ചുകൊണ്ടേയിരുന്നു. നിരവധി ദിവസം ഇത് തന്നെ കാണിച്ചു. പൂച്ചയുടെ പടത്തിൻ്റെ കൂടെ പൂച്ച എന്നും താഴെ എഴുതി കാണിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് പൂച്ച എന്ന് എഴുതിയ ലെറ്റർ മാത്രം വേർഡ് മാത്രം കാണിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് അത് പൂച്ചയാണെന്ന് മനസ്സിലാവും. എങ്ങനെയാണ്? കാരണം അത് കുറേ തവണ കണ്ടു. ഇതൊരു കണ്ടീഷൻ്റെ പ്രോസസ്സാണ് അല്ലേ. കണ്ടീഷൻ്റെ സ്റ്റിമുലസ് ആണ് അവിടെ കൊടുത്തത്. ആ പൂച്ചയുടെ പടവും പൂച്ച എന്ന് എഴുതിയതും കുട്ടീനെ കുറേ തവണ കാണിച്ചപ്പോൾ ആ കുട്ടിക്ക് എന്ത് പഠിക്കാൻ പറ്റി? ആൽഫബറ്റ്സ് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിക്കാൻ പറ്റി. മനസ്സിലായോ? ഇതൊരു തരത്തിലുള്ള കണ്ടീഷൻ്റെ ലേണിംഗ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ടീച്ച് ആൽഫബറ്റ്സ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് അർത്തമാറ്റിക്സ് ബൈ യൂസിങ് സം കോൺക്രീറ്റ് മെറ്റീരിയൽസ്. നമ്മൾക്ക് ഈ കോൺക്രീറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുട്ടികളെ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളിതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമാണ്, കുട്ടികളെ പഠിപ്പിക്കൽ മാത്രമല്ല, എന്തുകൂടിയുണ്ട്? നമുക്ക് അവരുടെ ഗുഡ് ഹാബിറ്റ്സ് ഒക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാനും എന്ത് ചെയ്യാം? ഈ എന്താ പറയുക, ക്ലാസിക്കൽ കണ്ടീഷനിങ് യൂസ് ചെയ്യാം. നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, നല്ല രീതിയിലുള്ള ബിഹേവിയറൊക്കെ കൊണ്ടുവരാൻ പറ്റും. എന്താണ്? ആറ്റിറ്റ്യൂഡും പോസിറ്റീവ് മൈൻഡ് സെറ്റും അതെല്ലാം ഹാബിറ്റ്സും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ മാറ്റം വരുന്നത് കുട്ടികൾ എല്ലാ കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അൺവാണ്ടഡ് കണ്ടീഷനിങ് അല്ലേ. നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ ഇരുട്ടത്ത് പോയ എന്താ നമ്മൾ പറയുക, ഇരുട്ടത്ത് പോയ കോക്കാച്ചി പിടിക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അത് ചെറുപ്പത്തിലേ നമ്മളതങ്ങനെ പറയുമ്പോൾ ആ കുട്ടികൾക്ക് അത് മനസ്സിൽ അങ്ങനെ തന്നെ കിടക്കും. അത് നമുക്കൊരു പേടിയായിട്ട് മാറും, ഫിയർ ഉണ്ടാവും. കുട്ടികൾക്ക് കുറേ കാലം കഴിയുമ്പോൾ ആ പേടി നമ്മുടെ മനസ്സിൽ നിൽക്കും. അതൊരു അൺകണ്ടീഷൻ അല്ലെങ്കിൽ അൺവാണ്ടഡ് കണ്ടീഷനിങ് അല്ലേ അത്. അപ്പോൾ അതിനെ നമുക്ക് ഡീകണ്ടീഷനിങ്ങും ചെയ്യാം. എങ്ങനെയാണ് അത് ഡീകണ്ടീഷനിങ് ചെയ്യാം? നമ്മൾ ആ ഇരുട്ട് പേടിക്കണ്ട എന്നും പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല അവിടെ ചെയ്യേണ്ടത്. നമുക്ക് ആ ഇരുട്ടിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അതിനുള്ളിലേക്ക് പോയി കാണിച്ചു കൊടുക്കാം, കുട്ടീനെയും കൊണ്ടുപോകാം. അങ്ങനെ കുറേ തവണ കൊണ്ടുപോയി കുട്ടിക്ക് മനസ്സിലാവും അവിടെ എന്താണ്, അവിടെ വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാവും. നമുക്കത് ഡീകണ്ടീഷൻ ചെയ്ത് കുട്ടിയുടെ ആ പേടി മാറ്റാം അല്ലേ. അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, ഭൂതം പിടിക്കും, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നത്. അതൊക്കെ ഒരു തരത്തിൽ കുട്ടികളിൽ പേടി കൂട്ടും. അത് ഫിയർ വരുമ്പോൾ പല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗുഡ് ബിഹേവിയേഴ്സ് നമുക്ക് കുട്ടികളിൽ കൊണ്ടുവരണമെങ്കിൽ ഈ കണ്ടീഷൻ്റെ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുത്താലോ, അപ്പോൾ കുറച്ചും കൂടി അതിനൊരു സ്ട്രെങ്തൻ വരും എന്നാണ് പറയുന്നത് അല്ലേ. ഗുഡ് ബിഹേവിയർ ക്യാൻ ബി കണ്ടീഷൻഡ് വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ്. ഗുഡ് ബിഹേവിയേഴ്സ് ക്യാൻ ബി കണ്ടീഷൻഡ് വിത്ത് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ നല്ലൊരു ബിഹേവിയർ കാണിക്കുവാണെങ്കിൽ അവിടെ റീഇൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, സ്ട്രെങ്തൻ ചെയ്യും. നമ്മൾ കൊടുത്ത കണ്ടീഷൻ്റെ സംഭവം
അവിടെ റെസ്പോൺസ് നമുക്ക് നല്ല സ്ട്രെങ്തനിലാണ് കുട്ടികളിൽ കിട്ടുക. ഇതൊക്കെയാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ പാവ്ലോ പട്ടി അൺകണ്ടീഷണൽ പരുവപ്പെടുത്തൽ ഇതൊന്നും മറന്നു പോവില്ലല്ലോ. അപ്പോൾ ഞാനിതിൻ്റെ എന്താ പറയുക ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അതുപോലെ ഇത് മലയാളത്തിലല്ല കേട്ടോ, അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കുക. അത് കാരണം ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുകൾ നോക്കാം. താങ്ക് യു. അപ്പോൾ ആരെങ്കിലും ഇത് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാൻ അടുത്ത ടോപ്പിക്കുകളൊക്കെ ഇടുമ്പോൾ കാണാൻ പറ്റുള്ളൂ. താങ്ക് യു.